നമസ്കാരം. നമുക്ക് സേവ് ആപ്പിൻ്റെ ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആപ്പ് നമുക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും മാത്രം കിട്ടിയൊരു വ്യക്തികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർ എന്ത് ചെയ്യണം? ആദ്യം ഗൂഗിളിൽ പോവുക. ഗൂഗിൾ പോയ ശേഷം നമ്മൾ MySaving.in അടിച്ചു കൊടുക്കുക. MySaving.in അടിച്ചു കഴിഞ്ഞാൽ ഇതാ MySaving.in അടിച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സൈറ്റ് ഓപ്പണായി വരും. അപ്പോൾ സൈറ്റ് ഓപ്പണായി വന്നു. നമുക്ക് ഈ 3 വര ഉണ്ടോ വലത്ത് ഭാഗത്ത്, അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ബട്ടൺ വരും. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. ഞാൻ ഓൾറെഡി ഇവിടെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓപ്പണായി വരുന്നുണ്ട്. കണ്ടോ, എൻ്റെ ഓപ്പണായി. ഇനി നമുക്ക് ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇതിനകത്തുള്ള ഈ ഒരു സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ഫാമിലി മെമ്പറാണോ, അല്ലെങ്കിൽ ഫാമിലി പാക്കേജ് എടുത്ത ആളാണോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പ്രോ എടുത്ത് വന്ന ആളാണോ ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് നോക്കാം. നമുക്കിപ്പോൾ മൊബൈൽ റീചാർജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഡൗൺലോഡ് സേവ് ആപ്പ് എന്നുള്ള ആ ഭാഗത്തും ടച്ച് ചെയ്യുക. നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മുകളിൽ വായിക്കാൻ പറ്റും സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ്. അപ്പോൾ കമ്പനിയുടെ പേര് അറിയാലോ, കമ്പനിയുടെ പേരൊന്ന് നോക്കിയാൽ മതി. ഇവിടെ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലോ. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇത് ഇപ്പോൾ എൻ്റെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ ഓപ്പൺ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പോൾ യൂസർ നെയിം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. പാസ്വേഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ പാസ്വേഡ് ഓൾറെഡി ഇപ്പോൾ ഉള്ള പാസ്വേഡ് ഉണ്ടല്ലോ അത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഈ ഓപ്ഷനൊക്കെ നമുക്കൊന്ന് വെറുതെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഫ്രീ ഒരു ID എടുത്ത് വന്ന ആളാണെങ്കിൽ ഇതൊക്കെ ഒരു മാസം വരെ ഈ ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു മാസം വരെ മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാൻ പറ്റുക. ഒരു മാസം കഴിഞ്ഞാൽ നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ വില വരുന്നത് 4719 രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ വില വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതിന് കൂടെ ഒരുപാട് വരുമാനം വേറെ കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യുന്ന സംവിധാനം കാണിച്ചു തരാണ്. അപ്പോൾ ഇവിടെ യൂട്ടിലിറ്റീസ് എന്ന് നമുക്ക് താഴത്ത് കാണാൻ പറ്റും. മൊബൈലിൻ്റെ മുകളിൽ യൂട്ടിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അത് ഇത്രയും ഓപ്ഷനുകളുണ്ട്. ഒന്ന് മൊബൈൽ റീചാർജ്, ഒന്ന് DTH റീചാർജ്, ഒന്ന് വിസിറ്റ് കാർഡ്, അങ്ങനെ വെബ്സൈറ്റ് ലിങ്കുകൾ, അങ്ങനെ എമർജൻസി നമ്പറുകൾ. അപ്പോൾ ഇങ്ങനെ ഈ 5 ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ജീവനാന്തം നമുക്ക് ഉപയോഗിക്കാം. അതിനൊരു പൈസ പോലും നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഈ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് മണി ബാക്ക് ചെറിയൊരു ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഈ പ്ലാറ്റ്ഫോം ചാർജ് മറ്റേ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ കമ്പനികളിൽ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോം ചാർജ് ആയിട്ട് നമുക്ക് ₹1.90 ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ഇതിൽ പോകത്തില്ല. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റീചാർജ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ നമുക്ക് ചെറിയൊരു മണി ബാക്കും കൂടി കിട്ടുന്നുള്ള ഒരു നല്ലൊരു സംവിധാനമാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എത്ര പേർക്ക് വേണമെങ്കിൽ കൊടുത്താലും അവർക്കൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ചെറിയ മണി ബാക്ക് നമുക്കും ഈ ഒരു 20 ലെവലായിട്ട് നമുക്ക് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. നമുക്ക് മൊബൈൽ റീചാർജ് അങ്ങനെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മൊബൈൽ റീചാർജ് ടച്ച് ചെയ്തു. ഓക്കെ, മൊബൈൽ റീചാർജ് ടച്ച് ചെയ്തു. അങ്ങനെ മൊബൈൽ നമ്പർ ഇവിടെ ഏറ്റവും ടോപ്പിൽ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു. ഇപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. മൊബൈൽ നമ്പർ കൊടുത്തു. അപ്പോൾ ഓൾറെഡി നമ്മുടെ കേരളക്കാരനാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആ സംവിധാനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റൊക്കെ നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ജിയോ ആണ്. ഞാൻ ജിയോ സെലക്ട് ചെയ്തു. ജിയോ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പാക്കേജ് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ 330 ഏത് പാക്കേജാണ് നിങ്ങളതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം. ഞാൻ 339 പാക്കേജ് തിരഞ്ഞെടുത്തു. സബ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, പ്ലീസ് ഡു നോട്ട് പ്രസ് ബാക്ക് ബട്ടൺ ഓർ റീഫ്രഷ്. അപ്പോൾ ഇത് എഴുതി കാണിക്കുന്നുണ്ട് ഇവിടെ. കാര്യം നിങ്ങൾ ഒന്നുകിൽ ബാക്കിലേക്ക് പോരുത്, അല്ലെങ്കിൽ നിങ്ങൾ റീഫ്രഷ് ചെയ്യരുത്. ഈ 2 കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ അടിച്ചു. നമ്മൾ നേരെ പോവാണ്. പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 ഗേറ്റ് വേ തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് UPI, ഒന്ന് കാർഡ്സും, ഒന്ന് നെറ്റ് ബാങ്കിങ്, അങ്ങനെ 3 ഓപ്ഷൻ ഇവിടെ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ UPI തിരഞ്ഞെടുക്കുകയാണ്. UPI തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് 3 ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഈ 3 ഗേറ്റ് വേ കൂടി നമുക്ക് പൈസ അടയ്ക്കാൻ പറ്റും. ഒന്ന് സൂപ്പർ വേ മണിയിൽ അടയ്ക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ അയക്കാം, അല്ലെങ്കിൽ ജാറിൽ അയക്കാം. ഈ 3ലും എനിക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കുന്ന ഗൂഗിൾ പേ ആണെങ്കിൽ നേരെ ഈ ഗൂഗിൾ പേ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത ശേഷം താഴത്ത് കാണുന്ന 339 ടച്ച് ചെയ്യുക. അപ്പോൾ നേരെ എവിടെ എത്തും? നമ്മളെ ഗൂഗിൾ പേയിലേക്ക് പോകും. ഗൂഗിൾ പേ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ പിൻ നമ്പർ കൊടുക്കുന്നു. നമ്മളെ കോഡ് നമ്പർ ഉണ്ടല്ലോ, അത് പിൻ നമ്പർ കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ
ആ പൈസ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ് അല്ലേ. പേയ്മെൻറ്റ് ചെയ്ത് ഉടനെ ഒരു 2-3 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു മ്യൂസിക് വരും, ചെറുതായിട്ടൊരു അലറം കേൾക്കും. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ മൊബൈൽ റീചാർജ് ആയി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുക. മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സംവിധാനത്തിൽ വന്ന എല്ലാ ആളുകൾക്കും ഒരു പൈസ പോലും ചിലവാക്കേണ്ട, എന്നാൽ ചെറിയൊരു മണി ബാക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ കൂട്ടുകാർ ആർക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് കൊടുത്ത് അവരുടെ ഒരു ചെറിയൊരു സമ്പാദ്യശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു സംവിധാനമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും സ്വന്തമായിട്ട് റീചാർജ് ചെയ്യാൻ പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.